പാലക്കാട് ജില്ലയിലെ തെരഞ്ഞെടുപ്പ് സാഹചര്യങ്ങളെക്കുറിച്ച് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ് പാലക്കാട് MP VK ശ്രീകണ്ഠൻ. UDFന് ജില്ലയിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാകുമെന്ന ഉറച്ച ആത്മവിശ്വാസത്തോടെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. പോളിംഗ് ബൂത്തുകളിൽ അതിരാവിലെ മുതൽ ദൃശ്യമായ ജനത്തിരക്ക് ഭരണമാറ്റത്തിനു വേണ്ടിയുള്ള ജനങ്ങളുടെ ആഗ്രഹമാണ് പ്രതിഫലിപ്പിക്കുന്നതെന്നും ജില്ലയിലെ 12 സീറ്റുകളിൽ കുറഞ്ഞത് 7 സീറ്റുകളിലെങ്കിലും UDF ഇത്തവണ വിജയിക്കുമെന്നും അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. മുൻപ് 2 സീറ്റുകളിൽ മാത്രം ജയിച്ച സ്ഥാനത്ത് നിന്ന് ഇത്തവണ UDF വലിയ വിജയം കൊയ്യുമെന്നാണ് അദ്ദേഹത്തിന്റെ കണക്കുകൂട്ടൽ. ഈ തെരഞ്ഞെടുപ്പിൽ BJPയുടെ റിക്രൂട്ടിംഗ് ഏജൻസിയായി CPM മാറിയെന്നാണ് ശ്രീകണ്ഠൻ ഉന്നയിക്കുന്ന ഏറ്റവും വലിയ ആരോപണം. പല ബൂത്തുകളിലും BJPക്ക് പ്രവർത്തകരില്ലാത്തതിൽ CPM ജില്ലാ സെക്രട്ടറി ആശങ്കപ്പെടുന്നത് ഇതിന് തെളിവായി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. BJPയെ വളർത്താനും താലോലിക്കാനും CPM ശ്രമിക്കുകയാണെന്നും സ്വന്തം പാർട്ടിയിലെ അണികൾ കൊഴിഞ്ഞുപോയി BJPയിൽ ചേരുന്നത് തടയാൻ അവർക്ക് കഴിയുന്നില്ല എന്നും അദ്ദേഹം പരിഹസിക്കുന്നുണ്ട്. പാലക്കാട് നഗരസഭയിലടക്കം CPM പുലർത്തുന്ന BJP ബന്ധം അവരെ 3ാം സ്ഥാനത്തേക്ക് തള്ളിയ ചരിത്രമുണ്ട് എന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയുള്ള അതിശക്തമായ ജനവികാരമാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടമായത്. പാചകവാതക വില വർധനവ് പാവപ്പെട്ടവന്റെ അടുപ്പ് പുകയാത്ത അവസ്ഥയുണ്ടാക്കി. തൊഴിലുറപ്പ് പദ്ധതിയുടെ ദിവസങ്ങൾ വെട്ടിക്കുറച്ച നരേന്ദ്രമോദി സർക്കാരിനെയും കേരളത്തിലെ പിണറായി സർക്കാരിനെയും ഒരുപോലെ ശിക്ഷിക്കാൻ ജനങ്ങൾ തയ്യാറെടുത്തു കഴിഞ്ഞു. വർഗീയ അജണ്ടകൾക്കും ജനവിരുദ്ധ നയങ്ങൾക്കുമെതിരെ ജനങ്ങൾ നൽകുന്ന ഈ തിരിച്ചടി UDFനെ ഒരു നവീന യുഗത്തിലേക്ക് നയിക്കുമെന്നും വികസന അജണ്ടകളുമായി UDF കേരളത്തെ വീണ്ടെടുക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. 2026 ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM ചരിത്രത്തിലെ ഏറ്റവും ദയനീയമായ പരാജയം ഏറ്റുവാങ്ങാൻ പോവുകയാണെന്ന് വ്യക്തമാക്കിയാണ് അദ്ദേഹം തന്റെ വാക്കുകൾ അവസാനിപ്പിച്ചത്. എന്തായാലും അദ്ദേഹത്തിന്റെ ആ ശക്തമായ പ്രതികരണ വീഡിയോ നമുക്ക് മുഴുവനായി ഒന്ന് കണ്ടു നോക്കാം. ഇത് പാലക്കാട് ജില്ലയിൽ സമീപകാലത്തൊന്നുമില്ലാത്ത തരത്തിൽ UDFന്റെ മുന്നേറ്റമാണ് കാണാൻ കഴിഞ്ഞത്. പോളിംഗ് ബൂത്തിലെ തിരക്ക് അതിരാവിലെ തന്നെ എല്ലാ മേഖലയിലും വോട്ട് ചെയ്യാനെത്തിയിരുന്ന ആയിരക്കണക്കിന് പേരെ കാണുമ്പോൾ വലിയ പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. ഒരു രാഷ്ട്രീയ മാറ്റത്തിന് പാലക്കാട് തയ്യാറെടുത്തു എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് ആദ്യം നൽകുന്ന സൂചനകൾ. ആകെ കഴിഞ്ഞ പ്രാവശ്യം 2 സീറ്റാണ് UDF അസംബ്ലി ജയിച്ചത്. അത് കഴിഞ്ഞ് പാർലമെൻറ്റ് ഇലക്ഷന് വലിയൊരു മുന്നേറ്റം ഉണ്ടായി. പക്ഷെ ആ പാർലമെൻറ്റ് ഇലക്ഷൻ്റെ മുന്നേറ്റത്തെ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള വലിയൊരു ജനപിന്തുണയാണ് UDFന് അനുകൂലമായിട്ടുണ്ടായത്. അതുകൊണ്ട് ഏറ്റവും ചുരുങ്ങിയത് 7 സീറ്റ് 12ൽ 7 സീറ്റ് UDF വിജയിക്കും. അങ്ങനെയാണ് ഞങ്ങളുടെ കണക്ക്. ഏതൊക്കെ സീറ്റാണ് നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ സമയം പ്രചരണ രംഗത്ത് ഞങ്ങളെക്കാൾ കൂടുതൽ ശക്തമായിട്ടുണ്ടായിരുന്നവരാ നിങ്ങൾ വിലയിരുത്തുക. എന്തായാലും അതിന് കൃത്യമായ വിവരം അടുത്ത മാസം 4-ാം തീയതി അറിയാൻ കഴിയും. അതിൽ 12ൽ 7 എന്ന് വെച്ചാൽ പാലക്കാട് ജില്ലയിലെ ഏത് സീറ്റും ആകാം. നിങ്ങൾക്കറിയാം UDFന് മുന്നേറാൻ കഴിയുന്ന സീറ്റുകൾ ഏതൊക്കെയാണ്. നമ്മളൊരിക്കലും ഈ അപ്രതീക്ഷിതമായിട്ട് ചിലപ്പോൾ ചില വിജയങ്ങളുണ്ടാവും. അതുകൊണ്ട് പൂർണ്ണമായിട്ടും അങ്ങനെ പറയാൻ കഴിയില്ല. പക്ഷേ ഏറ്റവും ചുരുങ്ങിയത് 7 സീറ്റ് UDF വിജയിക്കും. അത് LDF പറയുന്നത് ഞാൻ കണ്ടു. കഴിഞ്ഞ ദിവസം CPMന്റെ ജില്ലാ സെക്രട്ടറി നിങ്ങളോട് സംസാരിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. അദ്ദേഹത്തിന് ഏറ്റവും വലിയ വിഷമം പല ബൂത്തുകളിലും BJP ഉണ്ടായിരുന്നില്ലെന്നാണ്. BJPയുടെ പ്രവർത്തകരുണ്ടായിരുന്നില്ല. ആ കോങ്ങാടും പാലക്കാടും മലമ്പുഴയൊക്കെ അവർ പറഞ്ഞിരുന്നു BJPയുടെ പ്രവർത്തകർ ഇല്ലായിരുന്നു, അവർക്ക് ബൂത്ത് കെട്ടിയിട്ടുണ്ടായിരുന്നില്ല. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനില്ലാത്ത പരാതിയാണ് പാലക്കാട് ജില്ലാ സെക്രട്ടറി, CPMന്റെ ജില്ലാ സെക്രട്ടറി. കാരണം എന്നും BJPയെ താലോലിച്ചും വളർത്തിയും പിന്തുണച്ചും പലയിടത്തും 3ാം സ്ഥാനത്ത് പോയ ദുര്യോഗമുള്ളത് പാലക്കാട് CPMനാണ്. ഇപ്പോഴും പാഠം പഠിച്ചിട്ടില്ല. പാലക്കാട് അസംബ്ലിയിൽ പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ അവിശുദ്ധ ബാന്ധവം തുടർന്നാണ് CPM പാലക്കാട് അസംബ്ലിയിൽ 3ാം സ്ഥാനത്തേക്ക് പോയത്. ഈ ജില്ലയിൽ നിങ്ങൾ പരിശോധിക്കണം, CPMന്റെ അടിത്തട്ട് ഇളകി ഒലിച്ചു പോയിട്ടുള്ള പല പ്രദേശത്തും BJP ശക്തമായിട്ടുണ്ട്. അപ്പോൾ CPM എന്ന് പറഞ്ഞാൽ പാലക്കാട് ജില്ലയിൽ BJPയുടെ റിക്രൂട്ട്മെൻറ്റ് ഏജൻസിയാണ്. കാരണം പാർട്ടിയിൽ അന്തഛിദ്രം, അഭിപ്രായ വ്യത്യാസം അതിരൂക്ഷമായ സാഹചര്യത്തിൽ സംരക്ഷണം തേടി CPMന്റെ പ്രവർത്തകർ കൂടുതലും പോകുന്നത് എവിടേക്കാണ്? BJPയിലേക്കാണ്. അപ്പോൾ BJPയിൽ ആളില്ല, BJPയുടെ ബൂത്ത് പ്രവർത്തിക്കുന്നില്ല എന്ന് റിക്രൂട്ടിംഗ് ഏജൻസിക്ക് വലിയ സങ്കടമാണ്. അത് തന്നെ നിങ്ങൾക്കറിയാം, CPM പരാജയം സമ്മതിച്ചിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ആളുണ്ടാക്കി കൊടുക്കലാണോ CPMന്റെ ജോലി? അവരുടെ അണികളുടെ കാര്യം, അവരുടെ കൊഴിഞ്ഞു പോക്കും
അവരിലുള്ള അന്തഛിദ്രവും അത് തീർക്കാൻ കഴിയാത്ത പാർട്ടി ബി ജെ പിയുടെ പരിതാപകരമായ അവസ്ഥ. ഒന്ന്, ഇവരാണ് ബി ജെ പിയെ വർഗീയ അജണ്ടയ്ക്കെതിരെ പോരാടുന്നു എന്ന് പറയുന്നത്. ഇവരുടെ നേതാക്കൾ. ഡൽഹിയിലെ സ്ഥിതി എന്താ? ഈ രാജ്യത്ത് കഴിഞ്ഞ 10-12 വർഷക്കാലമായി ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ ജനങ്ങളെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുക. ഒരു സിലിണ്ടർ ഗ്യാസിൻ്റെ വില ഇന്ന് എത്രയാണ്? നമ്മുടെ മൻമോഹൻ സിംഗ് ഭരിക്കുമ്പോൾ 187 രൂപ സബ്സിഡി ഉണ്ടായിരുന്നു. 1 രൂപ സബ്സിഡി ഇല്ല. പാവപ്പെട്ടവൻ്റെ അടുപ്പ് പുകയുന്നത് എങ്ങനെയാണെന്ന് ഈ CPM അറിയോ? പഴയ ബി ജെ പി അല്ല. ബി ജെ പി എന്നൊക്കെ ആൾ കൊഴിഞ്ഞു പോവുക. അവരുടെ വർഗീയ അജണ്ട തിരിച്ചറിഞ്ഞ ജനങ്ങൾ ബി ജെ പിയുടെ കൊടിയും പിടിക്കുന്നില്ല, ബൂത്തും കെട്ടുന്നില്ല. അതിൽ എന്തിനാ CPM ഇത്ര സങ്കടം? CPM വലിയ സങ്കടമാണ്. ഈ പാവപ്പെട്ട ജനങ്ങളെ തൊഴിലുറപ്പ് തൊഴിൽ 100 ദിവസമാണ് UPA സർക്കാർ കൊണ്ടത്. അത് തൊഴിലുറപ്പ് പദ്ധതിയായിരുന്നു, നിയമമായിരുന്നു. ആ നിയമം പൊളിച്ചെഴുതി 60 ദിവസമാക്കി കുറച്ച് പാവപ്പെട്ടവരെ പട്ടിണിക്കിട്ട ബി ജെ പിയോടൊപ്പം ആള് കൂടിയില്ലെന്നുള്ള പരാതി CPM ഉന്നയിക്കുക. നാണമുണ്ടോ ഈ CPMൻ്റെ ജില്ലാ സെക്രട്ടറിക്ക്? ഇത്തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് വിലയിരുത്തൽ ഇങ്ങനെയാണോ? സ്വന്തം പാർട്ടിയുടെ സ്ഥിതി എന്താന്ന് പറ. സ്വന്തം പാർട്ടിക്ക് എത്ര സീറ്റ് കിട്ടും പറ. മറ്റു പാർട്ടിയിൽ ആളുണ്ടോ ആളില്ലേ? നിങ്ങൾക്ക് എത്ര സീറ്റ് കിട്ടും പറ. അതെല്ലാം ഒളിച്ചു വെച്ച് ഇവർ ബി ജെ പിയുമായിട്ടുള്ള രഹസ്യ ധാരണ പാലക്കാട്, അതുപോലെ തന്നെ ജില്ലയിൽ, സ്റ്റേറ്റിൽ രഹസ്യമായിട്ട് നടത്തിയ ഡീല് അത് ജനങ്ങൾ പൊളിക്കും. ഈ തെരഞ്ഞെടുപ്പെന്ന് വെച്ചാൽ വർഗീയ അജണ്ടയ്ക്കെതിരായി എല്ലാവരും സമൂഹം ഒന്നിക്കുന്നതാണ്. ജനവിരുദ്ധ നയങ്ങൾക്കെതിരായി പിണറായി സർക്കാരിനെയും അതുപോലെ നരേന്ദ്രമോദി സർക്കാരിനെയും ഒരുപോലെയാണ്. ഈ ഗവൺമെൻറ്, പുതിയ ഗവൺമെൻറ് വരുമ്പോൾ ആ ഒരു പ്രതീക്ഷയോടുകൂടി വരുമ്പോൾ ജനങ്ങൾ ഇവരെ ശിക്ഷിക്കാൻ പോകുകയാണ്. ആ ശിക്ഷ രണ്ട് കൂട്ടരും തുല്യമായിട്ട് ഏറ്റെടുക്കേ പാകുള്ളൂ. കാരണം കേന്ദ്രത്തിലും UPA സർക്കാരല്ല, കോൺഗ്രസ് സർക്കാരല്ല, കേരളത്തിലുമല്ല. ഈ നാട്ടിലെ മുഴുവൻ ദുരന്തങ്ങൾക്ക് ഉത്തരവാദി ആരാ? നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരും പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാരുമാണ്. അതുകൊണ്ട് രണ്ട് ഗവൺമെൻറ്റിനും അതിശക്തമായ തിരിച്ചടി ഉണ്ടാകും. ആ തിരിച്ചടിയാണ് UDFനെ പുതുയുഗത്തിലേക്ക്, നവീന യുഗത്തിലേക്ക്, പുതിയ അജണ്ടകളുമായി, വികസന അജണ്ടകളുമായി കേരളത്തെ വീണ്ടെടുക്കാൻ UDF ഉയർത്തിയ ആ മുദ്രാവാക്യം ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുക. അത് പാലക്കാട് അതിൻ്റെ റിഫ്ലക്ഷൻ ആ ശക്തമായ രീതിയിലുണ്ടാവും. CPMന് ഏറ്റവും ദയനീയമായ പരാജയം ഉണ്ടാകാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ് ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ്.